എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ദേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാളായല്ലേ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ വന്നിട്ട്. കുറച്ച് നാളല്ല, കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു കേട്ടോ. അതിൻ്റെ പേരിലാണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. എപ്പോഴും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്ക്സൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് വീഡിയോസ് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി നമുക്ക് റെഗുലറായിട്ടൊക്കെ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒന്നും വരാതായപ്പോൾ തന്നെ ഇൻസ്റ്റയിലായാലും നമ്മുടെ വീഡിയോസിലായാലും താഴെ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാ, എന്താ വരാത്തത്, എന്താ വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു സോറി കൂടി പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പോയ അന്ന് തുടങ്ങി ഇന്ന് വരെ എനിക്ക് വന്ന കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസൊക്കെ നമുക്ക് ഇങ്ങനെ പെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും പതുക്കെ റിപ്ലൈ ഒക്കെ തരാം കേട്ടോ. അപ്പോൾ ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടൊക്കെ എനിക്ക് എന്നും കൂടെ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും എനിക്ക് നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇനി നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. നമുക്ക് റെഗുലറായിട്ട് പഴയതുപോലെ വീഡിയോസൊക്കെ വരും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. പിന്നെ നമ്മൾ കുറേ നാളെത്തിയിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓണമൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴോ ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പായസമൊക്കെ കഴിക്കണം തോന്നുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ സ്വീറ്റ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും നമ്മൾ എടുക്കുന്ന പൊടിക്കൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം തിളപ്പിച്ചെടുത്തു. അപ്പോൾ കണ്ടു ഇതെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയുടെ മിക്സില്ലേ, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ചെറിയ ബോൾസൊക്കെ ആക്കിയിട്ട് എടുക്കില്ലേ, അപ്പോൾ അതുപോലെ എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഞാനപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിത് ഏത് പ്ലേറ്റിലേക്കാണോ ചെയ്തെടുക്കാൻ പോകുന്നത് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഒട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെയാണ് കേട്ടോ. ഈ ബോൾസിൽ നമ്മളൊരു സിസർ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊക്കെ എടുക്കില്ലേ, അതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ മാവും ഞാൻ ഇതേപോലെ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ കുറച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പായസം റെഡിയാക്കി കഴിയുമ്പോൾ അതിലേക്കൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കാനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കുന്ന പായസത്തിന് നല്ലൊരു തിക്നെസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ, ഒരുപാട് വേണ്ട.
അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂസ് കണ്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇത് കോരി എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴം നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന രീതിയിൽ വഴറ്റിയെടുക്കരുത്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് എടുക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ പഴം എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനിയും ഒരുപാട് അങ്ങനെ ഉടച്ചെടുക്കണ്ട. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതും എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവില്ലേ അതെല്ലാം മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളമൊഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളിത് കുഴച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം ദേ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അത് മിക്സ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ചേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും. അപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. അതിന് ശേഷം വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ചിലതെല്ലാം ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല കേട്ടോ. നമ്മളിതിലേക്ക് ശർക്കര പാനിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ വിട്ട് വന്നോളും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് യോജിച്ചിരിക്കുന്നതെല്ലാം വിട്ട് കിട്ടും. കണ്ടോ പതുക്കെ ഒന്ന് ഇതേപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും മതിയിട്ട് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം ആ ശർക്കരപ്പാനിൻ്റെ മധുരമൊക്കെ നമുക്ക് ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ദേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടർ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ ഇപ്പോൾ ഇതേപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഇത് നോക്കി ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്നെസ്സോടുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ അരിപ്പൊടിയുടെ മിക്സ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ ഇത് ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള പായസമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല ഇതേപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ തിക്കായിട്ട് കിട്ടില്ലേ നമുക്ക് സ്പൂണിലൊക്കെ ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് ഇത് ചൂടായിട്ടൊന്ന് വരട്ടെ. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ നല്ലതുപോലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരപ്പാൽ എടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പാൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മൾ ഒന്നാം പാൽ എന്നൊക്കെ പറയില്ലേ, അത് വേണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. അപ്പോൾ കുറച്ച് നേരം കൂടെ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുത്ത് തിളപ്പിച്ചെടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി വരാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടോ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടോ നന്നായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂസ് ആ മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്